Dear students, here we are going to discuss the topic CNC machine, which comes under 6th module of Basics of Civil and Mechanical Engineering. ആദ്യം CNC പറയുന്നതിന് മുമ്പത്തെ എന്താണ് NC എന്ന് നോക്കാം. അതായത് ന്യൂമറിക്കൽ കൺട്രോൾ. The control of a machine tool by means of recorded information on punched tape or card is known as numerical control. It is a method of automation in which various functions of machine tools are controlled by letters, numbers and symbols. Okay, NC അല്ലെങ്കിൽ ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ഓട്ടോമേഷൻ ആണ്. അതായത് നോർമലി ഒരു മെഷീൻ ടൂള്, ലെയ്ത്ത് പോലുള്ള മെഷീൻ ടൂളിൽ അങ്ങനെയാണ് ഓപ്പറേറ്റർ പോയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് പീസ് സെറ്റപ്പ് ചെയ്യും, ടൂള് സെറ്റപ്പ് ചെയ്യും, എന്നിട്ട് റെക്വേർഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് വെച്ചാൽ ആ മെഷീൻ ടൂൾസിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം. അതാണ് NCയിൽ വരുന്നത്. അതായത് കൺട്രോൾ ഓഫ് മെഷീൻ ടൂൾ ബൈ മീൻസ് ഓഫ് റെക്കോർഡഡ് ഇൻഫർമേഷൻ ഓൺ എ പഞ്ച്ഡ് ടേപ്പ് ഓർ കാർഡ് ഈസ് നോൺ ആസ് ന്യൂമറിക്കൽ കൺട്രോൾ. ആ മെഷീൻ ടൂൾ ചെയ്യേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ടേപ്പ് അല്ലെങ്കിൽ കാർഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, മെഷീൻ ടൂള് വർക്ക് ചെയ്യും. അതാണ് ശരിക്കും NC എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റർ പോയി വർക്ക് ചെയ്യാണ്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യും. The functions that are carried out by an operator in a conventional machine are translated into instruction that can be understood by machine control unit. The MCU translates these instructions into electrical signals. The signals operate a servo system which controls the motion of tool, workpiece and related auxiliaries. അതായത് ഈ ഒരു മെഷീൻ ടൂൾ ചെയ്യേണ്ട എല്ലാ ഫങ്ഷൻസും, അതായത് ലെയ്ത്ത് ആണെങ്കിൽ ഇത്ര സ്പീഡിൽ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യണം, കട്ടിംഗ് ടൂള് ഇത്ര per revolution ഫീഡിൽ കൊടുക്കണം, അത്ര ആ കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും, ഈ ഒരു ഇൻഫർമേഷൻ പഞ്ച്ഡ് ടേപ്പിൽ ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, ഒരു മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് ആ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും, ഫീഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ പഞ്ച്ഡ് ടേപ്പിലെ ഇൻസ്ട്രക്ഷൻസ് മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ മെഷീൻ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ബൈ പേഴ്സൺ മെഷീൻ ടൂൾ പോയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇൻസ്ട്രക്ഷൻസ് തന്നെ മെഷീൻ ടൂൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് സെയിം സാധനം തന്നെയാണ്. എന്താണ് NC എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെഷീൻ ടൂളിൽ വന്ന് വർക്ക് ചെയ്യുന്നില്ല. അതിന് പകരം എന്താണ്, ആ ന്യൂമറിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നത് ആ മെഷീൻ കൺട്രോൾ യൂണിറ്റ് ത്രൂ ഡ്രൈവ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, മെഷീനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് തരുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് മെഷീൻ ടൂൾ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. NCയിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ബേസിക് കമ്പോണൻസ്: പ്രോഗ്രാം, മെഷീൻ കൺട്രോൾ യൂണിറ്റ്, പ്രോസസ്സിംഗ് equipment. First one, program of instruction. It is the detailed step-by-step commands that direct the action of processing equipment. Coordinate information, X, Y and Z movements required for work and tool. Coordinate information regarding the component is recorded on tape and is fed to the control unit. പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഓരോ മോഷൻസും അത് കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാം, അതാണ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണോ മെഷീൻ ടൂൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മെഷീൻ ടൂളിലോട്ട് കൊടുക്കണം. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേജിലുള്ളത്, പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ. സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് മെഷീൻ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇറ്റ് റീഡ്സ് എ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ടേപ്പ് ആൻഡ് കൺവേർട്ട് ദ കമാൻഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആൻഡ് ദീസ് സിഗ്നൽസ് ആർ സെൻഡ് ടു പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്. സെക്കൻഡ് യൂണിറ്റ് എന്താ ചെയ്യുന്നത്, ആ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ, ടേപ്പിലുള്ള പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്തു, മെഷീൻ കൺട്രോൾ യൂണിറ്റ് റീഡ് ചെയ്തു, അതിനെന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റിലോട്ട് കൊടുക്കുന്നത്. തേർഡ് വൺ, പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്, ദ മെഷീൻ ടൂൾ that perform useful work with the help of a servo system. During machining, the position achieved is monitored and feedback signal is sent to control unit which correct the position until the desired component is produced.
പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ പോലെയുള്ള ആക്ച്വൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഷീൻ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? സെർവോ മെക്കാനിസം, മോട്ടോഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, ഏതിനെ ബേസ് ചെയ്തിട്ട്? പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് മെഷീൻ കൺട്രോൾ യൂണിറ്റ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റിനെ, അതിൻ്റെ മോഷൻസിനെ കൺട്രോൾ ചെയ്യും. അതായത് ഇത്ര സ്പീഡിൽ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ടൂൾ ഇന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യും. മെഷീൻ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. അതെന്തിനായിരിക്കും? ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷന് പ്രൊപ്പോർഷണലായിട്ടാണ് എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയണം. അതായത് ഓരോ സ്റ്റേജിലും ആ പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റിൽ നിന്ന് മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് ഫീഡ്ബാക്ക് സിഗ്നൽസ് കൊടുക്കും. അവിടെ എന്ത് ചെയ്യും? ഒരു കമ്പാരിസൺ നടക്കും. റിക്വയർഡ് ഇൻപുട്ടിന് അനുസരിച്ചിട്ടാണോ ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നത് എന്ന് കമ്പയർ ചെയ്യും. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റീവ് ആക്ഷൻ സിഗ്നൽസ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്സിലോട്ട് കൊടുക്കും. ഇതാണ് ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി ഒരു എൻ സിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഇൻ കൺവെൻഷണൽ എൻ സി സിസ്റ്റം ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ സ്റ്റോറേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ. For every new component, the tape need to be loaded again since the program is not stored in MCU and so cannot be called back. അതായത് കൺവെൻഷണൽ എൻ സി സിസ്റ്റത്തിൽ എന്തില്ല? ഈ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, പഞ്ച്ഡ് ടൈപ്പിലെ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനില്ല ഓപ്ഷനില്ല. ഓക്കെ, ഒരു കമ്പോണൻറ്റ് 10 തവണ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ടേപ്പിനെ 10 തവണയും എന്ത് ചെയ്യണം? അതിലൂടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ആ ഇൻപുട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും കോൾ ചെയ്യാനുള്ള ഓപ്ഷനില്ല. അതാണ് എൻ സിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ഓവർകം ചെയ്യുന്നത് CNC വെച്ചിട്ടാണ്. അതായത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, അതാണ് CNC എന്ന് പറയുന്നത്. എൻ സിയുടെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് CNCക്ക് ഇല്ല. പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനും പറ്റും. എന്താണ്? ഓരോ കമ്പോണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് റീകോൾ ചെയ്യാനും പറ്റും. ഓക്കെ, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ അഥവാ CNC. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ സിസ്റ്റം ഈസ് ഹാവിംഗ് എ ഡെഡിക്കേറ്റ് കമ്പ്യൂട്ടർ ടു പ്രിപ്പയർ ആൻഡ് കൺട്രോൾ ദി ഓപ്പറേഷൻസ് ഓഫ് മെഷീൻ ടൂൾ. CNC refers to a computer that is joined to the NC machine. The program is entered into the computer through the input device and stored in its memory. Whenever the part is to be machined, the program is called from its memory and executed. This eliminates the repeated use of tape. CNC എന്ന് വെച്ചാൽ ആര് അഡീഷണൽ ആയിട്ട് വന്നു? ഒരു കമ്പ്യൂട്ടർ അഡീഷണൽ ആയിട്ട് വന്നു. NC മെഷീനിലോട്ട് ഒരു കമ്പ്യൂട്ടർ അഡീഷണൽ ആയിട്ട് വന്നാൽ ഒരു ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ അവിടെ അറ്റാച്ച് ചെയ്തു. ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരിക്കൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ ആ സെയിം പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പിന്നെയും ആ ഇൻപുട്ട് ഡിവൈസിൻ്റെ ആവശ്യമില്ല. ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം വെച്ചിട്ട് തന്നെ പിന്നെയും ആ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് CNCയിൽ NCIയിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് CNCയിലെ. ഇതിൽ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസ് പാർട്ട് പ്രോഗ്രാം ആ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യും. കമ്പ്യൂട്ടറിന് ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ ഡിസ്പ്ലേ യൂണിറ്റും ഉണ്ട്. പിന്നെന്താ? മോഷൻ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഡ്രൈവ് സിസ്റ്റം ഉണ്ട്. സിഗ്നൽസ് ഡ്രൈവ് സിസ്റ്റത്തിലോട്ട് പോകും. പിന്നെ മിസലേനിയസ് ഫങ്ഷൻസ്, കൂളൻ്റ് പോലെയുള്ള ഫങ്ഷൻസ് ഡയറക്റ്റായിട്ട് മെഷീൻ ടൂൾസിലോട്ട് വരും. പിന്നെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ഓരോ കമ്പോണൻറ്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The major component device. Input device is the means through which the part program is entered into the computer. A part program is series of coded instructions required to produce the part. It controls the entire operation of machine tool. Input device എന്ന് വെച്ചാൽ പാർട്ട് പ്രോഗ്രാം എന്ന് വെച്ചാൽ ആ മെഷീൻ ടൂളിൻ്റെ മോഷൻസ് കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാമാണ് പാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പാർട്ട് പ്രോഗ്രാം കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസ് വെച്ചിട്ടാണ്. ഓക്കെ, മെഷീൻ ടൂൾസിൻ്റെ മോഷൻ എന്ന് വെച്ചാൽ കട്ടിംഗ് ടൂൾ അങ്ങനെ മൂവ് ചെയ്യണം, വർക്ക് പീസ് അങ്ങനെ മൂവ് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്കുള്ള റിലേറ്റീവ് മോഷൻ, സ്പീഡ്, എല്ലാ കാര്യങ്ങളും കണ്ടെയ്ൻ ചെയ്യുന്നത് ആ പാർട്ട് പ്രോഗ്രാമിലാണ്. ഓക്കെ, പാർട്ട് പ്രോഗ്രാം ഇൻപുട്ട് ഡിവൈസ് വഴി അങ്ങോട്ട് കൊടുക്കും, കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യും. സെക്കൻഡ് വൺ, computer unit. It is the heart of CNC system. The entered part program is stored in the computer memory. Whenever a part is to be machined, the program is called from the memory and is converted into electrical signals. The signals are sent to the driving system and machine tools. Okay,
ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറാണ്. ആ എൻ്റർ ചെയ്യുന്ന പാർട്ട് പ്രോഗ്രാം എന്ത് ചെയ്യും? സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്യും. എപ്പോഴാണോ ആ കമ്പോണൻറ്റ് മെഷീൻ ടൂൾസിൽ വർക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് എന്ത് ചെയ്യും? ആ സ്റ്റോർഡ് പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് എന്താണ്? അതിന് ആവശ്യമായ മോഷൻ ഡാറ്റയും അതേമാതിരി മിസലേനിയസ് ഫങ്ഷൻ സിഗ്നൽസൊക്കെ മെഷീൻ ടൂളിലോട്ട് കൊടുക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ യൂണിറ്റാണ്. രണ്ട് സിഗ്നൽസ് കൊടുക്കുന്നത് ഒന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സിസ്റ്റത്തിലോട്ടും അതേപോലെ മെഷീൻ ടൂൾസിലോട്ടുമാണ് ഇവിടെ സിഗ്നൽസ് കൊടുക്കുന്നത്. തേർഡ് വൺ, ഡ്രൈവിംഗ് സിസ്റ്റം. ദ ഡ്രൈവിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സെവറൽ കൺട്രോൾ മോട്ടോഴ്സ് that responds to the signal from the computer unit. Drive provide automatic and precise motion to its elements of machine tools such as work table, tool, spindle, etc. ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ മെഷീൻ ടൂളിൻ്റെ എല്ലാ മോഷൻസും പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഡ്രൈവിംഗ് സിസ്റ്റമാണ്. ഡ്രൈവിംഗ് സിസ്റ്റത്തിന് ഇൻപുട്ട് കിട്ടുന്നത് കമ്പ്യൂട്ടറിൽ നിന്നാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് കിട്ടും? ഡ്രൈവിംഗ് സിസ്റ്റത്തിന് സിഗ്നൽസ് കിട്ടും. ആ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ട് മെഷീൻ ടൂൾസിന് മോഷൻ, അതായത് സ്പിൻഡിലിന് റൊട്ടേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വർക്ക് ടേബിൾ അതിന് XY ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, അതേമാതിരി ടൂളിന് മൂവ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ആ മോഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഡ്രൈവിംഗ് സിസ്റ്റമാണ്. ഡ്രൈവിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് വരുന്നത് കമ്പ്യൂട്ടറിൽ നിന്നാണ്. അതിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത് ത്രൂ മോട്ടോഴ്സ് മെഷീൻ ടൂൾസ് കൺട്രോൾ ചെയ്യും. ഓക്കെ, അതിൽ ഫോർത്ത് വൺ മെഷീൻ ടൂളാണ്. ദ ആക്ച്വൽ മെഷീനിങ് ഓപ്പറേഷൻ ആർ ക്യാരിഡ് ഔട്ട് ബൈ മെഷീൻ ടൂൾസ്. ദിസ് ക്യാൻ ബി എനി മെഷീൻ ടൂൾ ലൈക്ക് ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ, എക്സെട്ര. ഫിഫ്ത്ത്, ഫീഡ്ബാക്ക് സിസ്റ്റം. ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ദ ഫീഡ്ബാക്ക് സിസ്റ്റം കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ദ വേരിയസ് പ്രോസസ്സസ് ഇൻ ദി മെഷീനിങ് operation. The computer system receives the signal from feedback system and it compare the reference signal with the feedback system. If there is any mismatch between them, corrective actions are taken. ഫീഡ്ബാക്ക് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? മെഷീൻ ടൂൾസിലെ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ പൊസിഷൻ, അതായത് കട്ടിംഗ് ടൂളിൻ്റെയും അതേമാതിരി വർക്ക് പീസിൻ്റെയൊക്കെ പൊസിഷൻസ്, മൂവിങ് വെലോസിറ്റി, ഈ കാര്യങ്ങളൊക്കെ എങ്ങോട്ട് കൊടുക്കും? കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കും. കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ ആ സിഗ്നൽസ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നൽസ് റെഫറൻസ് സിഗ്നൽസ്, അതായത് ആക്ച്വലി എന്താണ് വേണ്ടത് അതാണ് റെഫറൻസ് സിഗ്നൽസിൽ ഉണ്ടാവുക. ഇത് തമ്മിൽ കമ്പയർ ചെയ്യും. രണ്ട് സിഗ്നൽസും ഓക്കെ മാച്ചിങ് ആണെങ്കിൽ എന്താണ്? മെഷീൻ ടൂൾസിൽ നടക്കുന്ന ഓപ്പറേഷൻസൊക്കെ കറക്റ്റാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് മിസ്മാച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റീവ് ആക്ഷൻസ് ആ കമ്പ്യൂട്ടർ എടുക്കും ത്രൂ ഡ്രൈവ് സിസ്റ്റം. ഓക്കെ, ഇതാണ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് CNC മെഷീൻ. ഹൈ ആക്യുറസി ഇൻ മെഷീനിങ് കോംപ്ലിക്കേറ്റഡ് പാർട്സ്. ഇവിടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കമ്പ്യൂട്ടറാണ്, മാനുവലായിട്ടല്ല. അതുകൊണ്ട് എത്ര കോംപ്ലിക്കേറ്റഡ് പാർട്ടാണെങ്കിൽ പോലും എന്താണ്? ഹൈ ആക്യുറസി ഉണ്ടാവും. സെക്കൻഡ് വൺ, ഷോർട്ടർ പ്രൊഡക്ഷൻ ടൈം. തേർഡ് വൺ, സ്മോൾ ചേഞ്ചസ് ഇൻ ഡിസൈൻ ക്യാൻ ബി ഇൻകോപ്പറേറ്റഡ് ബൈ എഡിറ്റിംഗ് ദി പ്രോഗ്രാം. ഓക്കെ, കമ്പോണൻറ്റിൽ എന്തെങ്കിലും ഡയമെൻഷനലി ആയിട്ടുള്ള ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം എഡിറ്റ് ചെയ്താൽ എന്താണ് പെട്ടെന്ന് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർത്ത്, ഗ്രേറ്റർ മാനുഫാക്ചറിങ് ഫ്ലെക്സിബിലിറ്റി. ഫിഫ്ത്ത് വൺ, ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ. സിക്സ്ത്ത്, സ്റ്റോറേജ് ഓഫ് മോർ ദാൻ വൺ പാർട്ട് പ്രോഗ്രാം. സെവൻത്ത്, ചാൻസ് ഓഫ് ഹ്യൂമൻ എറർ ഇൻ മെഷീനിങ് ഈസ് എലിമിനേറ്റഡ്. അതായത് ഹ്യൂമൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ എന്താണ്? കമ്പ്യൂട്ടറാണ് കറക്റ്റ് പാർട്ട് പ്രോഗ്രാം ആണെങ്കിൽ അവിടെ പിന്നെ എററിൻ്റെ പോസിബിലിറ്റി ഇല്ല. എയ്ത്ത് വൺ, റിപ്പീറ്റബിലിറ്റി ഓഫ് ആക്യുറസി ഈസ് പോസിബിൾ. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് CNC. ഫസ്റ്റ് വൺ, ഹൈ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്. കൺവെൻഷണൽ എക്യുപ്മെൻറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് CNC എക്യുപ്മെൻറ്റ്സിന് കോസ്റ്റ് വളരെ ഹൈ ആണ്. സെക്കൻഡ് വൺ, റിക്വയർമെൻറ്റ് ഓഫ് സ്കിൽഡ് പാർട്ട് പ്രോഗ്രാം, അതായത് പാർട്ട് പ്രോഗ്രാം സ്പെസിഫിക് ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റിയ സ്കിൽഡ് പ്രോഗ്രാമർ ആവശ്യമാണ്. തേർഡ് വൺ, സ്പെഷ്യലി ട്രെയിൻഡ് വർക്കേഴ്സ് ആർ റിക്വയർഡ് ഫോർ മെയിൻ്റനൻസ്. ഇൻ കേസ് എന്തെങ്കിലും മെഷീൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ നോർമൽ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസിന് ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്കിൽഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് വേണം. ഇതൊക്കെയാണ് CNC മെഷീൻസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.